ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഭീമന്മാരായ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ ഓഫീസിനുള്ളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും സ്വപ്നത്തിൽ പോലും കരുതുമോ? നാസിക്കിലെ TCS കേന്ദ്രത്തിൽ അരങ്ങേറിയ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ കേവലം ഒരു തൊഴിലിടത്തിലെ അസ്വാരസ്യങ്ങളല്ല, മറിച്ച് ആസൂത്രിതമായ മതപരിവർത്തന ശ്രമങ്ങളുടെയും ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന്റെയും അത്യന്തം ഗൗരവകരമായ ഒരു ക്രിമിനൽ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നായ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ നാസിക് BPO യൂണിറ്റിൽ നടന്ന ഈ സംഭവങ്ങൾ കോർപ്പറേറ്റ് സംസ്കാരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അപകടകരമായ പ്രവണതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സിനിമകളെ പോലും വെല്ലുന്ന ഈ സിൻഡിക്കേറ്റ് പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നാസിക് പോലീസ് ക്ലീനിംഗ് തൊഴിലാളികളായി വേഷം മാറേണ്ടി വന്നു. ഈ കേസിലെ മുഖ്യ സൂത്രധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിദാ ഖാൻ ആരാണ്? എന്താണ് ഈ മലേഷ്യൻ കണക്ഷൻ? ടാറ്റയുടെ അത്രയും വലിയ സെക്യൂരിറ്റി ഉള്ള ഓഫീസിനുള്ളിൽ എങ്ങനെയാണ് ഇതൊക്കെ നടന്നത്? ഈ കേസിന്റെ തുടക്കം വളരെ പ്ലാൻ ചെയ്ത രീതിയിലായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയെയായിരുന്നു ഇവർ ഇരയായി തിരഞ്ഞെടുത്തത്. ഇവിടെയാണ് നിദാ ഖാൻ എന്ന യുവതിയുടെ റോൾ വരുന്നത്. കേസിൽ മുഖ്യപ്രതിയായ നിദാ ഖാൻ എന്ന യുവതി നടത്തിയതായി പറയപ്പെടുന്ന ഗ്രൂമിംഗ് പ്രക്രിയകളും അതിന്റെ പിന്നിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളും പുറത്തു വരുമ്പോൾ ഇന്നത്തെ കാലത്തെ മതപരിവർത്തന തന്ത്രങ്ങൾ എത്രത്തോളം സങ്കീർണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസവും തൊഴിലും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഒരു ഇരയെ മാനസികമായും ശാരീരികമായും കീഴ്പ്പെടുത്തുന്ന രീതിയാണ് നാസിക്കിൽ കണ്ടത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയെ ലക്ഷ്യമിട്ടായിരുന്നു നിദാ ഖാന്റെ നീക്കങ്ങൾ. സഹപ്രവർത്തക എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് യുവതിയുടെ വിശ്വാസം പിടിച്ചുപറ്റുകയും തുടർന്ന് അവരെ ഇസ്ലാമിക ആചാരങ്ങളിലേക്ക് നയിക്കുകയുമായിരുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേവലം ഉപദേശങ്ങളിൽ ഒതുങ്ങാതെ സ്മാർട്ട് ഫോണുകളിൽ പ്രത്യേക മതപഠന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നൽകി നോമ്പ് അനുഷ്ഠിക്കാനും നിസ്കരിക്കാനും ബുർഖ ധരിക്കാനും നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടും നിദാ ഖാൻ യുവതിയെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. കുടുംബത്തിന് ദോഷം സംഭവിക്കുമെന്ന തരത്തിലുള്ള ഭീഷണികൾ മുഴക്കി ഇരയെ മാനസികമായി തളർത്തുന്ന തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. ഈ കേസിനെ കൂടുതൽ ഗൗരവകരമാക്കുന്നത് ഇതിലെ ലൈംഗിക ചൂഷണത്തിന്റെയും മനുഷ്യക്കടത്തിന്റെയും അംശങ്ങളാണ്. നിദാ ഖാന്റെ സഹപ്രവർത്തകരായ ഡാനിഷ് ഷെയ്ഖ്, തൗസീഖ് അത്താർ എന്നിവർ ഇരയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയും ചെയ്തതായിട്ടാണ് പരാതി. മതപരിവർത്തനത്തിന് വിസമ്മതിച്ചാൽ ജോലിയിൽ അധിക ഭാരം നൽകുമെന്നും മാനസികമായി പീഡിപ്പിക്കുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഇരയുടെ പേര് ഹാനിയ എന്നാക്കി മാറ്റി മലേഷ്യയിലേക്ക് കടത്താനുള്ള ആസൂത്രിത നീക്കം നടന്നത്. മലേഗാവിലുള്ള ചില ഏജന്റുമാരുടെ സഹായത്തോടെ ഇരയുടെ വിദ്യാഭ്യാസ രേഖകൾ കൈക്കലാക്കിയതായും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ശൃംഖലയുടെ ഭാഗമായി യുവതിയെ വിദേശത്തേക്ക് അയക്കാൻ പദ്ധതിയിട്ടതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മലേഷ്യൻ ബന്ധം കേസിനൊരു പുതിയ മാനം നൽകുകയാണ്. വിദേശത്തുള്ള ഇമ്രാൻ എന്ന വ്യക്തിയുമായിട്ടുള്ള നിദാ ഖാന്റെ ആശയവിനിമയങ്ങളും ഇത്തരം ഒരു വലിയ ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നാസിക് പോലീസ് ഈ കേസ് അന്വേഷണത്തിനായി സ്വീകരിച്ച വഴികളും ഏറെ ശ്രദ്ധേയമായിരുന്നു. കോർപ്പറേറ്റ് ഓഫീസിനുള്ളിലെ നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരാൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ 40 ദിവസത്തോളം അവിടെ ശുചീകരണ തൊഴിലാളികളായി വേഷം മാറി ജോലി ചെയ്തു. ഈ രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് പ്രതികൾ ഇരകളെ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അവിടെ നടക്കുന്ന അനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും പോലീസിന് ബോധ്യപ്പെട്ടത്. 9ഓളം FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ കേസിൽ ഇതുവരെ 8 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ ലൈംഗിക പീഡനം, മതവികാരം, വ്രണപ്പെടുത്തൽ എന്നീ വകുപ്പുകൾക്ക് പുറമെ ഇര പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയതിനാൽ SC/ST നിയമപ്രകാരമുള്ള കടുത്ത വകുപ്പുകളും പ്രതികൾക്ക് നേരെ ചുമത്തിയിട്ടുണ്ട്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള നിദാ ഖാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വലിയ നിയമ പോരാട്ടത്തിനാണ് വേദിയാകുന്നത്. താൻ ഗർഭിണിയാണെന്ന മാനുഷിക പരിഗണന മുൻനിർത്തി അറസ്റ്റ് ഒഴിവാക്കാനാണ് നിദാ ഖാൻ ശ്രമിക്കുന്നത്. എന്നാൽ പ്രതി ഒളിവിലാണെന്നും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നുമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അജയ് മെസാർ വാദിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിലവിൽ പ്രത്യേക മതപരിവർത്തന വിരുദ്ധ നിയമമില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് പോലീസ് കരുതുന്നു. കാരണം നിർബന്ധിത മതപരിവർത്തനവും ഭീഷണിയും നിലവിലുള്ള കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നവയാണ്. ഈ സംഭവം വലിയൊരു സിസ്റ്റമിക് പരാജയത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. TCS പോലൊരു ആഗോള കമ്പനിയുടെ ഓഫീസിനുള്ളിൽ വർഷങ്ങളോളം ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടും അവിടുത്തെ ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു എന്നത് ഗൗരവകരമായ ചോദ്യമാണ്. ജോലി നഷ്ടപ്പെടുമെന്ന ഭയം കാരണം പലപ്പോഴും ഇത്തരം പീഡനങ്ങൾ പുറം ലോകം അറിയാറില്ല. കോർപ്പറേറ്റ് ലോകത്തെ ഈ നിശബ്ദതയാണ് കുറ്റവാളികൾക്ക് വളമാകുന്നത്. TCS മാനേജ്മെന്റ് ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രതികളെ സസ്പെൻഡ് ചെയ്തതായും അറിയിച്ചിട്ടുണ്ടെങ്കിലും
തൊഴിലിടങ്ങളിലെ സുരക്ഷാ പ്രോട്ടോകോളുകൾ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കേസ് ഓർമ്മിപ്പിക്കുന്നത്. സാമൂഹികമായും നിയമപരമായും വലിയ ചർച്ചകൾക്കാണ് നാസിക് കേസ് തുടക്കമിട്ടിരിക്കുന്നത്. ഡെമോഗ്രഫി ഈസ് ഡെസ്റ്റിനി, ജനസംഖ്യാ ഘടനയാണ് വിധി എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് സംഘടിതമായ മതപരിവർത്തനങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ പോലും ഹർജികൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും തൊഴിലിടങ്ങളിലെ അന്തസ്സിനെയും ഹനിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. നിയമപരമായ നടപടികൾക്കപ്പുറം തൊഴിലിടങ്ങളിൽ പരസ്പര ബഹുമാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. നിദാ ഖാന്റെ ജാമ്യാപേക്ഷയിൽ വരാനിരിക്കുന്ന കോടതി വിധി ഈ കേസിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമായിരിക്കും. അന്ധമായ മതഭ്രാന്തും അധികാര ദുർവിനിയോഗവും ചേരുമ്പോൾ ഒരു സാധാരണ ഉദ്യോഗസ്ഥയുടെ ജീവിതം എങ്ങനെ തകർക്കപ്പെടുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നാസിക്കിലെ ഈ ഒരു ദുരന്തം. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയേക്കാം. ഇത് കേവലം ഒരു ക്രൈം വാർത്തയല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റത്തിലെ വലിയൊരു സുരക്ഷാ വീഴ്ചയുടെ ഓർമ്മപ്പെടുത്തലാണ്. നാസിക്കിലെ ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. മതവിശ്വാസം എന്നത് വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ അത് തൊഴിലിടങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതും മറ്റൊരു വ്യക്തിയെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്നതും അത്യന്തം അപകടകരമാണ്. നമ്മുടെ സഹപ്രവർത്തകർ ആരാണെന്നും അവർ നമ്മെ സ്വാധീനിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നും നാം തിരിച്ചറിയണം. സുരക്ഷിതമായ ഒരു തൊഴിലിടം എന്നത് നമ്മുടെ അവകാശമാണ്. ഈ കേസിൽ കോടതിയുടെ വിധി എന്താകുമെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.